Dear students, today we can discuss the details of demand forecasting. Okay, in the forecasting എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഫോർകാസ്റ്റിംഗ് എന്താണ്? ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സിംപ്ലി മീൻസ് എസ്റ്റിമേഷൻ ഓർ ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ? സിമ്പിളായിട്ട് എന്താണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കും അതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ഏത് നമ്മുടെ ഫോർകാസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? സോ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ. ഇറ്റ് ഇൻവോൾവ് ദി റിസ്ക്. However, uncertainties and risk can be minimized through planning and estimation and forecasting. ഓക്കെ, അല്ലേ? നമുക്കറിയാം ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്, എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു പ്ലാനും അതിനെക്കുറിച്ചിട്ട് എസ്റ്റിമേഷൻ ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചറിൻ്റെ അൺസർട്ടനിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായി. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എസ്റ്റിമേഷൻ ഓർ ആൻറ്റിസിപ്പേറ്റിംഗ് ദി ഫ്യൂച്ചർ ഇവൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫോർകാസ്റ്റിംഗ് ഈസ് ദ പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ഒപ്പീനിയൻ, ട്രെൻഡ്സ് ഓർ ഓൺ ദി ഫ്യൂച്ചർ വേരിയബിൾസ്. അല്ലേ? ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഫോർകാസ്റ്റിംഗ് നടത്തുക. അപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള കാലത്തിലുള്ള കുറേ വേരിയബിൾസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് വാല്യൂസ് ഓഫ് ഡിമാൻഡ് ഇൻ ഫ്യൂച്ചർ ടൈം പീരീഡ്. അല്ലേ? ഡിമാൻഡിന് എത്രത്തോളം ഫ്യൂച്ചറിൽ ഉണ്ടാകും അതിനെക്കുറിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. Okay, so the demand forecasting refers to an estimate of future demand for the product. Okay, it is an objective assessment of future course of demand. Okay, അപ്പോൾ കുറച്ച് മീനിങ്സ് തന്നിട്ടുണ്ടാക്കുന്നു, വായിച്ചു നോക്കുക. ഓക്കെ, ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മീൻസ് ആൻറ്റിസിപ്പേറ്റിംഗ് ദി ഫ്യൂച്ചർ ഡിമാൻഡ്. ഓക്കെ, ഒന്നുകൂടി പറയാം, ആൻറ്റിസിപ്പേറ്റിംഗ് ദി ഫ്യൂച്ചർ ഡിമാൻഡാണ് ഏത് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മീൻസ് ആൻറ്റിസിപ്പേറ്റിംഗ് ദി ഫ്യൂച്ചർ ഡിമാൻഡ്. ഓക്കെ, ദെൻ വി ക്യാൻ ഡിസ്കസ് ദ ലെവൽ ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. Demand forecasting may be undertaken by the three different level, that is macro level and micro level demand forecasting. Okay, it is the related to the business condition and prevailing the economy as a whole. Okay, macro and micro ലെവലിൽ പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടീഷൻ, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്നതും പുറത്തുള്ള കൺട്രോളിനെയും കുറിച്ചിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഇത് പറയുന്നത് മാക്രോ ലെവൽ ആൻഡ് മൈക്രോ ലെവലിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിഫറെൻറ്റ് ട്രേഡ് അസോസിയേഷൻ ഇൻ ഓർഡർ ടു എസ്റ്റിമേറ്റ് ദ ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി പ്രൊഡക്റ്റ്. ഓക്കെ, ഇൻഡസ്ട്രി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം? ഡിമാൻഡ് ഫോർകാസ്റ്റ് നിർത്തുക. ഓക്കെ, ഇൻഡസ്ട്രി ഇൻക്ലൂഡ് നമ്പർ ഓഫ് ഫേംസ്. ഇറ്റ് യൂസ്ഫുൾ ഫോർ ഇൻ്റർ ഇൻഡസ്ട്രി കമ്പാരിസൺ. ഓക്കെ, എന്തിനൊക്കെ വേണ്ടി രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ കമ്പാരിസൺ ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫേം ലെവൽ, അടുത്തതാണ് ഫേം ലെവൽ. ഫേം ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ മാനേജീരിയൽ വ്യൂ പോയിൻറ്റ് ആസ് ഹെൽപ്പ് ഫോർ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് വിത്ത് റിഗാർഡ് ദ ഫേംസ് ഡിമാൻഡ് ആൻഡ് പ്രൊഡക്ഷൻ. ഫേം ലെവലിൽ പറഞ്ഞിട്ടുള്ളത് ഫേമിൻ്റെ ഡിമാൻഡും അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രൊഡക്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് അതിനെക്കുറിച്ച് പറയുന്നതാണ് ഫേം ലെവലിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ ഉള്ളത് ബേസ്ഡ് ഓൺ ദ ടൈം സ്പാൻ, ദ പ്ലാനിങ് റിക്വയർമെൻറ്റ് ഓഫ് ബിസിനസ് ഫേം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു two types, that is short term demand forecasting and long term demand forecasting. ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ്, ഷോർട്ട് ടേമും ലോങ് ടേമും. ഓക്കെ, ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ലിമിറ്റഡ് പീരീഡ്, അത് ഷോർട്ട് പീരീഡിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് ലിമിറ്റഡ് ടു ഷോർട്ട് പീരിയഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ബൈ എ 1 year. Okay, the important purpose of demand curve, the important purpose of demand forecasting are given below. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി മിക്സാക്കി തന്നിട്ടുള്ളതാണ്. പർപ്പസ് ആൻഡ് റോൾ ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പറയുന്നുണ്ട്, രണ്ടും കൂടി മിക്സാക്കി തന്നിട്ടുള്ളതാണ്. ഞാനിതിവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ ഫോർ എന്തിനൊക്കെയാണ്? മേക്കിംഗ് എ സ്യൂട്ടബിൾ പ്രൊഡക്ഷൻ പോളിസി.
ആ ബിസിനസ് ഫേമിന് പറ്റിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോളിസി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹെൽപ്പിംഗ് ദ ഫേം ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസിങ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് കൺട്രോൾ ഇൻവെൻട്രി. ഓക്കെ, അതുപോലെ തന്നെ എന്തിനൊക്കെ സഹായിക്കും? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മുടെ ഇൻവെൻട്രി കൺട്രോളിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈഡിങ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഡിസൈഡിങ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസി സോ ആസ് ടു അവോയ്ഡ് ദ ഇൻക്രീസ് വെൻ ദ ഡിമാൻഡ് ഈസ് ലോ. ഓക്കെ, so the selling correct sale target on the basis of future demand and establishment of control. A high target may be discourage the salesman. Okay, for then also it is a financial requirement planned production and evolving suitable advertisement and പ്രൊമോഷണൽ പ്രോഗ്രാം. ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്? ഈ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വെച്ചിട്ട് അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം വേണമെന്ന് നോക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? സെയിൽസ് എത്ര ടാർഗറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതൊക്കെയാണ് ഷോർട്ട് ടൈമിൽ എന്തിട്ടുള്ളത് പർപ്പസായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് മെത്തേഡ് ഓർ ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റിംഗ് ഡൺ ഇൻ എ ഫ്യൂച്ചർ ഫോർ എ ലോങ് പീരീഡ്. ഓക്കെ, ലോങ് പീരീഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിനാണ് ഇത് പറയുന്നത് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദി ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഓഫ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ഈസ് എന്താണ്? പ്ലാനിങ് ഓഫ് ന്യൂ യൂണിറ്റ് ഓർ എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ് ഓഫ് ലോങ് ടേം പൊട്ടൻഷ്യൽ ഓഫ് ദ പ്രൊഡക്റ്റ് ഡിമാൻഡ്. അതിൽ പറഞ്ഞിട്ടുള്ളത് പുതിയ യൂണിറ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് തുടങ്ങാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിന് എന്തൊക്കെ വേണമെന്ന് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്ലാനിങ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ലോങ് ടേം സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഫ്യൂച്ചറിൽ എത്രത്തോളം സെയിൽസ് നടത്തണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം മാൻ പവർ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബേഴ്സിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് അതൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഫ്യൂച്ചറിൽ വരുന്ന പ്രോബ്ലംസ്, ക്രൈസിസ് അതൊക്കെ എങ്ങനെയൊക്കെ നേരിടണം എന്നുള്ളതൊക്കെ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ടെന്നാണ് 4ാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആകുന്നുണ്ടോ? ദെൻ ഈ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് there are several methods of predict the future demand. All method can be broadly classified into mainly 2 types, that is survey method and statistical method. Okay, method of demand forecasting അല്ലെങ്കിൽ for established of productൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കാണാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളത് 2 മെത്തേഡാണ്. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് പറയുന്നത് എന്താണ്? സർവേ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് സ്റ്റാറ്റിക്കൽ മെത്തേഡാണ്. ഓക്കെ, സർവേ മെത്തേഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവേ മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒപ്പീനിയൻ സർവേ മെത്തേഡ്. ഓക്കെ, ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ വാക്ക് തന്നെ ഉണ്ട്. എന്താണ് ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ് സെയിൽസ് ഫോഴ്സ് കമ്പോസിറ്റ് മെത്തേഡ് ഓർ കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡിൽ പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദിസ് മെത്തേഡ് ദ സെയിൽസ്മാൻ estimate the expected sales for the respective territories on the basis of previous experience. ഓക്കെ, കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ് എന്നും ഏത് ഒപ്പീനിയൻ സർവേ മെത്തേഡിനെ പറയും. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ആ ഏരിയത്തെ സെയിൽസ്മാൻ്റെ അടുത്ത് നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ്. അയാളെ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് പറയും ഈ പ്രൊഡക്റ്റിന് ഇത്രത്തോളം ഡിമാൻഡ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഡിമാൻഡ് ഉള്ളൂ. അത് കാര്യത്തിൽ സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയിട്ടാണ് നടത്തുന്നത്. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്? കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അയാൾ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഡിമാൻഡ് എത്രത്തോളം വരുമെന്ന് പറയാം. ഓക്കെ, സോ ദ ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ആഫ്റ്റർ കമ്പൈനിങ് ദ ഇൻഡിവിജ്വൽ ഫോർകാസ്റ്റ്, ദാറ്റ് ഈസ് സെയിൽസ് എസ്റ്റിമേറ്റ് ഓഫ് ദി സെയിൽസ്മാൻ്റെ അടുത്തുനിന്ന് ഒപ്പീനിയൻ സ്വീകരിച്ചിട്ടാണ് അവിടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഈസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ മെത്തേഡ്. ഓക്കെ, സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ മെത്തേഡ്, അതാണ് ഒപ്പീനിയൻ സർവേ മെത്തേഡ് പറയുന്നിട്ടുള്ളത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? നമുക്ക് സെയിൽസ്മാൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ദിസ് മെത്തേഡ് ഈസ് വെരി സിമ്പിൾ മെത്തേഡായിട്ട് പറയാം. അപ്പോൾ തന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഹാൻഡ് നോളജസ് ഓഫ് ദി സെയിൽസ്മാൻ അല്ലേ. ആൻഡ് അടുത്ത അഡ്വാൻറ്റേജസ് എന്തായിട്ട് പറയാം? ദിസ് മെത്തേഡ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ദ estimating for the demand for new product, and it is used for specialized knowledge of salesmen who are in the close touch with the prevailing market condition അല്ലേ.
അയാൾക്ക് മാർക്കറ്റ് കണ്ടീഷൻ നന്നായിട്ട് അറിയാം. അയാൾക്ക് നിന്നാണ് സാധനങ്ങൾ ആളുകൾ വാങ്ങിയത്. അപ്പോൾ എത്രത്തോളം മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെന്ന് കാര്യങ്ങളുണ്ടെന്ന് എന്ത് മനസ്സിലാക്കാം. അതിന് സെയിൽസ്മാൻ്റെ ഒപ്പീനിയൻ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ ഫ്ലെക്സിബിൾ. ഓക്കെ, ഇറ്റ് ഈസ് എ റിജിഡ് വൺ ആണ്. അപ്പോൾ തന്നെ ദ ഫോർകാസ്റ്റ് മേ നോട്ട് ബി റിലയബിൾ ഫോർ ദ സെയിൽസ് പീപ്പിൾ ആർ നോട്ട് എ ട്രെയിൻഡ്. സെയിൽസ്മാൻ നല്ല ട്രെയിനിങ് ഉള്ള ആളല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അയാളുടെ ഒപ്പീനിയൻ ഉണ്ടാവില്ല, കറക്റ്റ് അക്യുറസി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ സ്യൂട്ടബിൾ ഫോർ ലോങ് പീരീഡ് എസ്റ്റിമേഷൻ. ഇതെന്ത് ചെയ്യില്ല, ലോങ് പീരീഡൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സഹായിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡാണ്. ഓക്കെ, എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡിൽ എന്താണ് പറയുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് ഡിമാൻഡ് എസ്റ്റിമേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് ദി എക്സ്പേർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതർ ദാൻ സെയിൽസ്മാൻ. അല്ലേ, ഇവിടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ്റെ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത് സെയിൽസ്മാൻ അല്ലാത്ത എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തുനിന്നോ സെയിൽസ്മാൻ്റെ അടുത്തുനിന്നോ അല്ലാതെ എക്സ്പേർട്സിൻ്റെ അടുത്തുനിന്ന് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്, എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതിനെ ഡെൽഫി മെത്തേഡ് എന്നും അറിയപ്പെടും. ഓക്കെ, ഡെൽഫി ഈസ് ദ ഗ്രീക്ക് ആൻഷ്യൻ്റ് ടെമ്പിൾ വേർ പീപ്പിൾ കം ആൻഡ് പ്രേ ഫോർ ദ ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ഫ്യൂച്ചർ. ഓക്കെ, ഡെൽഫി മെത്തേഡ് എന്നറിയപ്പെടാൻ കാരണം ഗ്രീക്കിൽ പണ്ട് അവിടുത്തെ ടെമ്പിളിൽ എന്താണ്, അവിടെ വന്നിട്ട് ആളുകൾ പ്രാർത്ഥിക്കും, എന്താണ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, എന്താവണം, അതുകൊണ്ടാണ് ആ ഡെൽഫി മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിന് മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് സിമ്പിൾ ടു കണ്ടക്ട് ആൻഡ് ഫോർകാസ്റ്റ് ക്യാൻ മെയ്ഡ് ക്വിക്ക്ലി ആൻഡ് എക്കണോമിക്കലായിട്ട് നമുക്ക് എന്താ പെട്ടെന്ന് ഇത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മോർ റിലയബിൾ ഡാറ്റ കിട്ടും. എക്സ്പേർട്ടിൻ്റെ അടുത്ത് നോളജ് ഉള്ള ആളുകളുടെ അടുത്ത് നോക്കുമ്പോൾ നല്ല റിലയബിൾ ഡാറ്റ ആയിരിക്കും കിട്ടുക. അതുപോലെ ഇതിന് ലെസ് ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ ലെസ് എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഓൾസോ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോഡക്റ്റ്. നിലവിലുള്ള പ്രൊഡക്റ്റിന് പറ്റും, അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ മെയിൻ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആണ്. അതുപോലെ ദിസ് മെത്തേഡ് സംടൈംസ് ലാക്ക് ഓഫ് റിലയബിലിറ്റി, ചിലപ്പം റിലയബിലിറ്റി എന്ത് ചെയ്യുക, കുറവായിരിക്കും. അതുപോലെ എക്സ്പെർട്ട് മേ കമ്മിറ്റ് മിസ്റ്റേക്ക്, ചിലപ്പം എക്സ്പേർട്സ് നോളജൊക്കെ ഉണ്ട് വെച്ചിട്ട് കാര്യമില്ല, ചിലപ്പോൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യുക, മിസ്റ്റേക്ക് പറ്റാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ് ഏത്, കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡിൽ കൺസ്യൂമേഴ്സ് സർവേ എന്നും ഈ മെത്തേഡിനെ പറയും. ഓക്കെ, ഈ മെത്തേഡിൽ പറഞ്ഞാൽ എന്താണ്, അണ്ടർ ദിസ് മെത്തേഡ് കൺസ്യൂമേഴ്സ് ആർ ഇൻ്റർവ്യൂഡ് ഇൻ എ ഡയറക്റ്റ്ലി ആൻഡ് ആസ്ക്ഡ് ഫോർ ക്വാണ്ടിറ്റി ദേ വുഡ് ലൈക്ക് ടു ബൈ. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവർ എത്രത്തോളം ഒരു ക്വാണ്ടിറ്റി ആവശ്യപ്പെടും, ഡിമാൻഡ് ചെയ്യും എന്ന് കണ്ടെത്തുന്ന മെത്തേഡാണ് കൺസ്യൂമർ ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഏത് പേരിലൊക്കെ അറിയപ്പെടും, കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്നറിയപ്പെടും, സാമ്പിൾ സർവേ എന്നറിയപ്പെടും. ഓക്കെ, ദിസ് മേ ബി അണ്ടർടേക്കൺ ബൈ 3 ways. 3 മെത്തേഡ് വഴിയാണ് കൺസ്യൂമർ ഇൻ്റർവ്യൂ മെത്തേഡ് നടക്കുക. കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് മെത്തേഡ് ഓൾ ദ കൺസ്യൂമേഴ്സ് ആർ പ്രൊഡക്റ്റ് ആർ ഇൻ്റർവ്യൂഡ്. എല്ലാ കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ കൺസ്യൂമേഴ്സിനും ഇൻ്റർവ്യൂ ചെയ്യും. അതാണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സാമ്പിൾ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് മെത്തേഡ് സാമ്പിൾ ഓഫ് കൺസ്യൂമർ സെലക്ടഡ് ഫോർ ഇൻ്റർവ്യൂ. സാമ്പിൾ മേ ബി റാൻഡം സാമ്പിളിംഗ് ഓർ സ്റ്റാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, സാമ്പിൾ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കൺസ്യൂമേഴ്സിന് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ ചെയ്യുക. എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുള്ളുള്ള കൺസ്യൂമേഴ്സിന് നമ്മൾ ഏതെങ്കിലും ബേസിൽ എന്ത് ചെയ്യുക, അവരെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സാമ്പിളായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് എടുത്ത് കണ്ട് അവരുടെ ഡിമാൻഡ് എത്രത്തോളമാണ് ആ പ്രൊഡക്റ്റിനെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ അടുത്തതാണ് എൻഡ് യൂസ് മെത്തേഡ്. കൺസ്യൂമർ സർവേയിലുള്ള മെത്തേഡാണ് എന്ത്, എൻഡ് യൂസ് മെത്തേഡ്. എൻഡ് യൂസ് മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഫ്രം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രീസ്, കൺസ്യൂമേഴ്സ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആർ ടു ബി ഫൗണ്ട്. ഓക്കെ, എൻഡ് യൂസിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുന്നത് എൻഡ് യൂസർ ഉണ്ടാവുമല്ലോ, ലാസ്റ്റ് ആ വസ്തു ഉപയോഗിക്കുന്ന ആളെ നമ്മളെന്ത് പറയുന്നത്, എൻഡ് യൂസർ എന്ന് പറയുക. അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ഏത്, സ്റ്റാറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സ്റ്റാറ്റിക്കൽ മെത്തേഡ് യൂസ് ദാറ്റ് പാസ്റ്റ് ഡാറ്റ ഫോർ ഗൈഡ് ഫോർ ദ നോയിങ് ദ ലെവൽ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഓക്കെ, സ്റ്റാറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്താണ്, പാസ്റ്റത്തെ ഡാറ്റ വെച്ചിട്ട് ഫ്യൂച്ചറിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും എന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഏത് മെത്തേഡ്, സ്റ്റാറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഫോർകാസ്റ്റിംഗ്.
ഓക്കെ, ലോങ് ടൈം ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ലോങ് ടൈം പ്ലാൻ നടത്താനാണ് ഏത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നതെന്നാണ്. ഡിഫറെൻറ്റ് സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ഓക്കെ, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ സെയിൽസ് ആർ ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് സെയിൽസ് അല്ലേ. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫ്യൂച്ചർ സെയിൽസ് നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള സെയിൽസിൻ്റെ ബേസിലാണ് നടക്കുന്നത്. സോ ബിക്കോസ് ദ ഫ്യൂച്ചർ ഈസ് ദ ഗ്രാൻഡ് ചൈൽഡ് ഓഫ് ദി പാസ്റ്റ് ആൻഡ് ചൈൽഡ് ഓഫ് ദി പ്രസൻറ്റ് അല്ലേ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്രാൻഡ് ചൈൽഡ് ഓഫ് ദി പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാലത്തിൻ്റെ പേരക്കുട്ടിയാണ് ആര്, നമ്മളെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന പ്രസൻറ്റിൻ്റെ ഈ കാലത്ത് നടക്കുന്നതിൻ്റെ മകനാണ് ആര്, നമ്മളെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഭാവി. ഓക്കെ, ഭാവി, ഭൂതം, വർത്തമാനം എന്ന് പറയില്ലേ, ആ സാധനം അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, because the future is the grandchild of the past and the child of the present. Okay, so under this trend projection method, demand is estimated on the basis of analysis of the past data. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ളത് പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് എന്ത് നടത്തുന്നത്, അനാലിസിസ് നടത്തുന്നത് എന്നാണ് ഏതിൽ പറയുന്നത്, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് മെത്തേഡ് മേക്ക് എ യൂസ് ഓഫ് ടൈം സീരീസ് were ascertain the trend in the time series analysis എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സ്റ്റാറ്റിക്കിൽ. ആ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഏത് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത് എന്താണ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ഈൽഡ് ഗുഡ് ഫോർകാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്. ക്വിക്കായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ലോങ് ടൈം ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏത്, നമ്മുടെ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതാണ് ഇത് റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ മെത്തേഡ്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് കമ്പൈൻ ദ എക്കണോമിക് തിയറി ആൻഡ് സ്റ്റാറ്റിക്കൽ ടെക്നിക് ഓഫ് എസ്റ്റിമേഷൻ. ഇൻ ദിസ് മെത്തേഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ is ascertained. Okay, this method is also called economic model building. ഇതിനെ എക്കണോമിക് മോഡൽ ബിൽഡിംഗ് എന്നും പറയും. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ അനാലിസിസ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. മെത്തേഡാണ് ഇത് റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന് പേരിലും കൂടി അറിയപ്പെടും, എക്കണോമെട്രിക് മോഡലിംഗ് ബിൽഡിംഗ് എന്നും എന്ത് അറിയപ്പെടും, ഇതിനെ അറിയപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഗിവ് എ അക്യുറേറ്റ് റിസൾട്ട് നൽകും. അതുപോലെ തന്നെ പ്രിസ്ക്രിപ്റ്റീവ് ആസ് വെൽ ആസ് ഡിസ്ക്രിപ്റ്റീവും കൂടിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് കൺസിസ്റ്റൻസി ഉണ്ട് ഇതിന്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർകാസ്റ്റ് ദ ഡയറക്ഷൻ ബട്ട് ഓൾസോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചേഞ്ച്. ഫ്യൂച്ചറിൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അതിനോട് കൂടെ തന്നെ എത്രത്തോളം ലെവലിൽ എത്രത്തോളം പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മെയിൻ ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ആൻഡ് ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ അല്ലേ. റിഗ്രഷൻ ഇക്വേഷനും കോറിലേഷൻ ഇക്വേഷനൊക്കെ കേട്ടിട്ടില്ലേ, എന്താണ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷനാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിക്വയർ ടു മച്ച് സ്റ്റാറ്റിക്കൽ ഡാറ്റ. ഇതിന് എന്ത് വേണ്ടിയിട്ടുണ്ട്, കൂടുതൽ സ്റ്റാറ്റിക് ഡാറ്റ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത മെത്തേഡാണ് ഏത്, എക്സ്ട്രാപ്പൊലേഷൻ മെത്തേഡ്. ഓക്കെ, എക്സ്ട്രാപ്പൊലേഷൻ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ദിസ് മെത്തേഡ് ദ സ്റ്റാറ്റിക്കൽ മെത്തേഡ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ക്യാൻ ബി എക്സ്ട്രാപ്പൊലേറ്റഡ് ബൈ അപ്ലൈയിങ് എ ബൈനോമിയൽ എക്സ്പാൻഷൻ മെത്തേഡ്. ഓക്കെ, ദിസ് മെത്തേഡ് യൂസ് ഫോർ അസംഷൻ ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ ദ പാസ്റ്റ് ഹാസ് ബീൻ യൂണിഫോം. പാസ്റ്റ് യൂണിഫോം ആക്കി എഴുതിയിട്ട് എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിൻ്റെ ഡിമാൻഡ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അതിൽ ഏത് ഇക്വേഷൻ എന്താണ്, ബൈനോമിയൽ മെത്തേഡാണ്. സ്റ്റാറ്റിയിൽ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്, അതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് എക്സ്ട്രാപ്പൊലേഷൻ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദിസ് ബേസ്ഡ് അസംഷൻ ദാറ്റ് ദ റേറ്റ് ഓഫ് റേഞ്ച് ഓഫ് ഡിമാൻഡ് ഇൻ ദി പാസ്റ്റ് ഹാസ് ബീൻ യൂണിഫോം. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ പറയുന്നത് ദിസ് ഇൻവോൾവ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കംപ്ലീറ്റ് എക്കണോമെട്രിക് മോഡൽ വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ഓൾ ദ വേരിയബിൾ വിച്ച് ദ കമ്പനി ക്യാൻ കൺട്രോൾ. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് നോട്ട് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് കംപ്ലീറ്റ് സിസ്റ്റം അപ്രോച്ച് ഓഫ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, സൈമൾട്ടേനിയസ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ പറയുന്നിട്ടുള്ളത്, development of complete economic model which is explain the behavior of all variable which company can control അല്ലേ.
ഇതെന്താണ് കംപ്ലീറ്റ് എക്കണോമെട്രിക് മോഡൽ വിച്ച് ക്യാൻ എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ഓൾ ദ വേരിയബിൾ വിച്ച് എ കമ്പനി ക്യാൻ കൺട്രോൾ. ആ കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ വേരിയബിൾസ് ആണുള്ളത് അതിൻ്റെ ബേസിൽ എന്താണ് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത് നമ്മുടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നോട്ട്സ് കംപ്ലീറ്റ് ഉള്ളത് ഞാൻ വിടുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ബാരോമെട്രിക് ടെക്നിക്കാണ്. അണ്ടർ ദിസ് മെത്തേഡ് പ്രസൻറ്റ് ഇവൻറ്റ്സ് ആർ യൂസ് ടു പ്രഡിക്ട് ദ ഡയറക്ഷൻ ഓഫ് ദി ചേഞ്ച് ഇൻ ദി ഫ്യൂച്ചർ. ഓക്കെ, ദിസ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഡിക്കേറ്റർ ലൈക്ക് എ കൺസ്ട്രക്ഷൻ ഓഫ് കോൺട്രാക്ട്, പേഴ്സണൽ ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ് എക്സെട്ര. ഓക്കെ, ബാരോമെട്രിക് ടെക്നിക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ദ ഇംപ്രൂവ്മെൻറ്റ് വേർഷൻ ഓഫ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡാണ്. ഓക്കെ, ബാരോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ പുതുതായിട്ടുള്ളൊരു മെത്തേഡാണ് ബാരോമെട്രിക് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ഫ്യൂച്ചർ ക്യാൻ ബി പ്രഡിക്റ്റഡ് ഫ്രം ദ സെർട്ടൻ ഹാപ്പനിങ് ഇൻ ദി പ്രസൻറ്റ്. ഇപ്പം സംഭവിക്കുന്നതിൻ്റെ അതിൽ നിന്ന് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അണ്ടർ ദിസ് മെത്തേഡ് ഡിമാൻഡ് ഈസ് ഫോർകാസ്റ്റഡ് ജസ്റ്റ് ലൈക്ക് എ വെദർ ഈസ് ഫോർകാസ്റ്റഡ് ബൈ ദി മെട്രോളജിസ്റ്റ്. എന്താ മെട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ നിരീക്ഷകരില്ലേ, അവർക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്ററോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിന്, അല്ലെ കാലാവസ്ഥ നിരീക്ഷകർ പറയില്ലേ ഇന്ന് ഇതിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും, നാളെ റെഡ് അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇപ്പൊക്കെ നടക്കുന്നില്ലേ, ഇപ്പം പറയുന്നില്ലേ ഇങ്ങനെ ചുഴലിക്കാറ്റ് വരും. അങ്ങനെ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പോലെ എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക? ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. അത് കുറച്ച് എന്ത് ചെയ്യുക? കുറച്ച് എക്കണോമിക് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? പ്രഡിക്റ്റ് ചെയ്യുന്നത്. ലൈക്ക് അഗ്രികൾച്ചറൽ ഇൻകം, കൺസ്ട്രക്ഷൻ ഓഫ് കോൺട്രാക്ട്, പേഴ്സണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ്, അങ്ങനത്തെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഫ്യൂച്ചറിന് എന്ത് ചെയ്യുന്നത്? പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്നാണ് മെറിറ്റിൽ വരുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻ ഇഫ് ദ ആബ്സെൻസ് ഓഫ് ദി പാസ്റ്റ് ഡാറ്റ ആൻഡ് ഇറ്റ് ഈസ് ആക്യുറേറ്റ് മെത്തേഡ് ആയിട്ടാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. We can conclude today. We can discuss what you mean by demand forecasting or forecasting and demand forecasting and the purpose or purpose of the forecasting. And next we are discussed is the method of demand forecasting. There are mainly two methods for demand forecasting. First method is survey method and second method is statistical method. Okay, survey method we can divide it into four types. First one, consumer interview method, collective opinion or sales force opinion method, and expert opinion method or end use method. ഓക്കെ, കൺസ്യൂമർ ക്ലിനിക്കും നമ്മൾ കൺസ്യൂമർ സർവേയിൽ പറയും. കൺസ്യൂമർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് മുന്നിൽ വെക്കും, അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ നിൽക്കുക. ഓക്കെ, അത് കൺസ്യൂമർ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണിത്. ഏത്? കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ പിന്നെ സ്റ്റാറ്റിക്കൽ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിക്കൽ മെത്തേഡിൽ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് പറഞ്ഞു, റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ മെത്തേഡ് പറഞ്ഞു, എക്സ്ട്രാപോലേഷൻ മെത്തേഡ് പറഞ്ഞു, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പറഞ്ഞു, ആൻഡ് ബാരോമെട്രിക് മെത്തേഡ് പറഞ്ഞു, അല്ലേ? സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.